ഹലോ ഗൈസ്, ഞങ്ങൾ മൈസൂർ പാലസും പിന്നെ മാളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോവാണേ. ഇത് മോൾ. അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഉമ്മയുണ്ട്, പാത്തുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മാള് കാണാൻ വന്നിരുന്നില്ല. മൈസൂർ ദസറ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോഡിലൂടെ ആന സവാരി ഉണ്ടാവും, അത് കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും ആന പോയിട്ടോ. ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ആന തിരിച്ചു വരിക രാത്രി 7 മണി 8 മണിയാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതുവരെ അവിടെ എവിടെയെങ്കിലും കയറി സമയം സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ച് ഞങ്ങളങ്ങനെ മാളിൽ കയറിയതാണ്. അവിടെ അടുത്തുള്ളൊരു മാളിലാണ്. പിന്നെ എനിക്ക് ബാഗ് അത്യാവശ്യമായിരുന്നു കേട്ടോ. ഒരു വലിയ ബാഗാണ് വേണ്ടത്. ഇപ്പോൾ ചെറിയ ബാഗൊന്നും എവിടെയും പറ്റുന്നില്ല കേട്ടോ. പാത്തുള്ളത് കൊണ്ട് എനിക്ക് സാധനം ഒരുപാടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ പോകുമ്പോൾ എനിക്ക് ബാഗ് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാഗ് നോക്കുന്നുണ്ട്. നോക്കിയ ബാഗിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ പൊതുവെ റേറ്റ് കുറവാന്ന് പറയുന്നത് കേട്ടോ. ഞാൻ റേറ്റ് നോക്കുമ്പോൾ എനിക്ക് നല്ല നമ്മളെ നാട്ടിലത്തെ അതേ റേറ്റ് ഇവിടെ തോന്നി കേട്ടോ. പിന്നെ പാത്തുവിനെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ മാറി മാറി എടുക്കുകയാണ് ചെയ്തത്. നിലത്തിട്ടാൽ അറിയാം അവിടെയുള്ള എല്ലാ സാധനവും നിലത്തേക്ക് ഇട്ടിട്ട് പൊട്ടിക്കുമെന്ന് അറിയാം കേട്ടോ. പിന്നെ കുറച്ച് നേരം നിലത്തിട്ടപ്പോൾ പ്രശ്നമാണ് കേട്ടോ. അവിടെ തട്ടി ഇവിടെ തട്ടി എല്ലാവരും ഓടി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സ്പൂണ് വരുമേ ഉള്ളതാണ് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് അവൾ കൈ പിടിച്ചുകൊണ്ട് വന്ന സ്പൂണാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ബനിയൻസ് ഒക്കെ നോക്കി. നിഷാനൊക്കെ എനിക്കെല്ലാം കുറച്ച് ബനിയനും ഡ്രസ്സൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഈ ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. 200-ന്റെ താഴെയാണ് കേട്ടോ. ഈ ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 ഡ്രസ്സൊക്കെ എടുത്ത് നേരെ ഗെയിം സെക്ഷനിലേക്ക് പോയിട്ടോ. ഗെയിം സെക്ഷൻ എന്നല്ല, നമുക്ക് സൈക്കിളൊക്കെ വാങ്ങില്ലേ, അപ്പം നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ കുറേ കാലമായി സൈക്കിളൊക്കെ ഓടിച്ചിട്ട്. ചെറുപ്പത്തിൽ പണ്ട് എപ്പോഴും ഓടിച്ചതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫസ്റ്റ് ഓടിക്കുമ്പോൾ എനിക്ക് ബാലൻസ് ഒന്നുമില്ലായിരുന്നു. ട്രാക്കിൻ്റെ പുറത്തും അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഈ ട്രാക്കിനനുസരിച്ച് ഓടിക്കണം. അങ്ങനെ കുറച്ച് നേരം സൈക്കിളൊക്കെ ഓടിച്ച് വീട്ടിലേക്ക് പോകാൻ നിന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.